റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഇനി ദൈവം നമുക്ക് നൽകുന്ന ഈ അവകാശത്തിൻ്റെ പ്രത്യേകത, അത് നിത്യമായ അവകാശമാണ്. ഈ ലോകത്തിൽ ഒരു പിതാവിനും തൻ്റെ മക്കൾക്ക് നിത്യമായ അവകാശം കൊടുക്കാൻ പ്രാപ്തിയില്ല. അല്പം പണമോ വീടോ പറമ്പോ മക്കൾക്ക് കൊടുക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്. പക്ഷേ ഏത് മക്കൾക്കാണോ ഇങ്ങനെയുള്ള വസ്തുവകകൾ പിതാക്കന്മാർ കൊടുക്കുന്നത്, അല്പകാലത്തേക്ക് മാത്രമേ മക്കൾക്ക് അവകാശം അനുഭവിക്കാൻ പറ്റൂ. മക്കൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അനുഭവിക്കാൻ അവർക്ക് കഴിയുകയില്ല. എന്നാൽ പിതാവായ ദൈവം നമുക്ക് നൽകുന്ന അവകാശം താൽക്കാലികമല്ല, അത് നിത്യമാണ്. എബ്രായർ 9:15 വായിക്കുന്നു. എബ്രായർ 9:15, വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന് അവനൊരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. യേശു ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. എന്തിനു വേണ്ടിയാണ്? വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന്. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന അവകാശം എറ്റേണൽ ഇൻഹെറിറ്റൻസ് ആണ്. ഭൂമിയിൽ ഒരു പിതാക്കന്മാർക്കും എറ്റേണൽ ഇൻഹെറിറ്റൻസ് നൽകുവാൻ സാധിക്കുകയില്ല. ദൈവം നമുക്ക് നൽകുന്ന അവകാശത്തിൻ്റെ ഹെയർസ് ഓഫ് ഗോഡ്, ആ വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ അവകാശം, അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് വിപുലമായ നന്മ, ഗ്രേറ്റ് ഗുഡ്നെസ്. സങ്കീർത്തനങ്ങൾ 31:19, കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. ഈ വിപുലമായ നന്മ, ഗ്രേറ്റ് ഗുഡ്നെസ്, ദൈവം ദൈവമക്കൾക്ക് രഹസ്യമായിട്ടല്ല നൽകുക, പരസ്യമായി. ഇപ്പോൾ ദൈവമക്കൾ ഒരുപക്ഷെ നിന്ദയുണ്ട്, പീഡനമുണ്ട്, അവഗണനയുണ്ട്, ലോകത്തിൽ പല രീതിയിലും കഷ്ടത അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഒടുവിൽ ഇപ്പോൾ പല ദൈവമക്കളെയും പല മനുഷ്യരും പീഡിപ്പിക്കുന്നുണ്ട്. എത്രയോ ക്രിസ്ത്യാനികൾ ഇന്ന് അവർ ക്രിസ്തുമാർഗം സ്വീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ ഇപ്പോൾ പീഡനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു നാളിൽ ക്രിസ്തുവിൻ്റെ വരവിൽ ദൈവം തൻ്റെ മക്കൾക്ക് എറ്റേണൽ ഇൻഹെറിറ്റൻസ് കൊടുക്കുമ്പോൾ അത് രഹസ്യമായി ആരും കാണാതെയല്ല കൊടുക്കുക. എല്ലാ മാലാഖമാരും കാണുകെ, എല്ലാ സ്വർഗീയ ജീവികളും കാണുകെ, സകലരും കാണുകെ, കർത്താവ് പരസ്യമായി ദൈവമക്കൾക്ക് തൻ്റെ എറ്റേണൽ ഇൻഹെറിറ്റൻസ് കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു തന്നെ നമ്മോട് പ്രകാരം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 14:2, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇത് ശാശ്വതമായ വാസസ്ഥലമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ഏറ്റവും മനോഹരമായൊരു വീട് ഉണ്ടാക്കിയാലും അല്പകാലം മാത്രമാണ് അതിൽ താമസിക്കാൻ കഴിയുക. പലരും മനോഹരമായ വീടുകൾ വളരെ കഠിനമായി അധ്വാനിച്ചുണ്ടാക്കാറുണ്ട്. കേരളത്തിൽ തന്നെ ഒരു വെള്ളപ്പൊക്കം വന്നപ്പോൾ എത്രയോ മനോഹരമായ വീടുകളാണ് നശിച്ചു പോയത്. പ്രിയമുള്ളവരെ, എന്നാൽ വെള്ളപ്പൊക്കത്തിനോ പ്രകൃതിക്ഷോഭത്തിനോ നശിപ്പിക്കാൻ കഴിയാത്ത ശാശ്വതമായ ഭവനം ദൈവമക്കൾക്കായി കർത്താവായ യേശു ഒരുക്കുന്നുണ്ട്. ആ ശാശ്വതമായ നാട്ടിലേക്ക് ദൈവമക്കളായ നമ്മെ ചേർക്കുവാൻ കർത്താവ് ഒരു നാളിൽ വരും. ആ ദിവസം നമ്മൾ പ്രത്യാശയോടെ നോക്കി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കൾ ഇപ്പോൾ ഈ ഭൂമിയിൽ പരദേശികളാണ്. ഈ ഭൂമി നമ്മുടെ സ്വന്തമല്ല. എൻ്റെ ദേശം ഇവിടെയല്ല, സ്വന്തം ദേശം സ്വർഗമാണ്. അങ്ങോട്ട് ചേർക്കുവാൻ കർത്താവ് വരുന്ന നാളുകൾ അടുത്തു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തരുവാനുള്ള ദൈവത്തിൻ്റെ ഈ അവകാശം എന്നാണ് ദൈവം ഒരുക്കിയത്?
ദൈവമക്കൾക്ക് വേണ്ടി ശാശ്വതമായ അവകാശം ദൈവം ഇന്നോ ഇന്നലെയോ അല്ല ഒരുക്കിയത്. ലോകസ്ഥാപനം മുതൽക്ക് തന്നെ അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 34-ാം വാക്യം, രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ഇപ്പോൾ നമ്മൾ സ്വർഗീയ പിതാവിനെ വിശ്വാസ കണ്ണാലാണ് കാണുന്നത്. അന്ന് നമ്മൾ സ്വർഗീയ പിതാവിനെ മുഖാമുഖം കാണും. 1-2 ദിവസം അല്ല, യുഗായുഗങ്ങളോളം. ഈ ഭൂമിയിൽ വളരെ ഭംഗിയുള്ള പൂക്കളുണ്ട്, മലകളുണ്ട്, പുഴകളുണ്ട്, സമുദ്രങ്ങളുണ്ട്, ഭംഗിയുള്ള പലതും ഈ ഭൂമിയിലുണ്ട്. ഇത്രയും ഭംഗിയുള്ള വസ്തുക്കളെ സൃഷ്ടിച്ച ദൈവം എത്രയോ ഭംഗിയുള്ളവനായിരിക്കും. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ കർത്താവിനെ, തേജസ്സിൻ്റെ പൂർണ്ണതയായ കർത്താവിനെ മുഖാമുഖം കാണുക, അത് ദൈവമക്കൾക്കുള്ള ശാശ്വതമായ അവകാശമാണ്. അവർ ദൈവസിംഹാസനത്തിന് മുന്നിൽ ഇരിക്കും. വെളിപ്പാട് 7-ാം അധ്യായം 15 തൊട്ട് 17 വരെ വായിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരം ആയിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയും ഇല്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിൻ്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഇതാണ് ദൈവമക്കൾക്ക് ലഭിക്കുന്ന നിത്യമായ അവകാശം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെട്ടാലേ നമുക്ക് ഇത് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. അത് ശരിയല്ലേ? ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെട്ടാൽ മാത്രമേ ഈ വിലയേറിയ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. മനസ്സിലാക്കാൻ മാത്രമല്ല, വിശ്വാസ കണ്ണാൽ ഇപ്പോൾ നമുക്ക് കർത്താവിനെ കാണാനും കഴിയും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:18 വായിക്കുന്നു. എഫേസ്യർ 1:18, ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പസ്തോലനായ പൗലോസ് എഫേസ്യ സഭയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് നല്ല വീടും വാഹനങ്ങളും പണവും കിട്ടാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. അതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങൾ അവർക്ക് ദൈവം ഒരുക്കുന്നുണ്ട്. അത് കാണുവാൻ ഇവരുടെ ആന്തരിക നേത്രങ്ങൾ, അകത്തെ കണ്ണ് ഒന്ന് തുറക്കപ്പെടണം. ദൈവത്തിന് മാത്രമേ നമ്മുടെ അകത്തെ കണ്ണ് തുറക്കാനായി കഴിയൂ. അതിനു വേണ്ടിയാണ് ദൈവത്തോട് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. വീണ്ടും വായിക്കുന്നു, ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും. ശ്രദ്ധിക്കുക, ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും. എത്ര വിലയേറിയ ശാശ്വതമായ അവകാശമാണ് ദൈവം നമുക്ക് തരാൻ പോകുന്നത്. അതിനു വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കും. ഇവിടെ എനിക്ക് ഭൂമിയില്ലല്ലോ, നിക്ഷേപമില്ലല്ലോ, നല്ല വിദ്യാഭ്യാസമില്ലല്ലോ, കാശില്ലല്ലോ, ഇതൊന്നും ഓർത്ത് ആരും അസ്വസ്ഥരാകേണ്ട. കാരണം ഈ ഭൂമിയിലെ സകല നിക്ഷേപങ്ങളെക്കാളും എത്രയോ വലിയ ശാശ്വതമായ നിക്ഷേപമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അത് തരാൻ വേണ്ടി തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ആ സത്യം തിരിച്ചറിഞ്ഞാൽ നാം പ്രത്യാശ കൊണ്ട് നിറയും. ഈ ലോകത്തിലെ യാതൊന്നിനും പിന്നെ നമ്മെ നിരാശയിലേക്ക് തള്ളിയിടുവാൻ ശേഷിയുണ്ടായിരിക്കുകയില്ല. രോഗം വന്നാലും, ഉള്ള പണമെല്ലാം മറ്റുള്ളവർ മോഷ്ടിച്ചു കൊണ്ടുപോയാലും, സ്വന്തം വീട് പോയാലും, ഇപ്പോൾ ഉണ്ട് എന്ന് തോന്നുന്ന സകല ഭൗതിക വസ്തുക്കളും നഷ്ടപ്പെട്ടാലും നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ ഹൃദയം എപ്പോഴും സന്തോഷിക്കും. ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടാത്തവരാണ്
ഈ ഭൗതികമായ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം പോയല്ലോ എന്ന് കരുതി ആകെ നിരാശ പൂണ്ടിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1:18 വീണ്ടും വായിക്കുന്നു. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ഇപ്രകാരം ഒരു കഥയുണ്ട്. ഒരുപക്ഷെ സംഭവിച്ചതായിരിക്കാം. ഒരപ്പച്ചൻ മരിക്കാൻ കിടക്കുമ്പോൾ തൻ്റെ മകന് അവകാശമായി കൊടുത്തത് ബൈബിൾ മാത്രമാണ്. അപ്പൻ മരിച്ചു. അപ്പന് ധാരാളം സ്വത്തുണ്ടായിരുന്നു. മകൻ്റെ പ്രതീക്ഷ, അപ്പൻ മരിച്ചാൽ ഈ വീടും വസ്തുവകകളും എനിക്ക് കിട്ടുമല്ലോ. എന്നാൽ അപ്പൻ എന്താണ് ചെയ്തത്? ഒരു ചെറിയ പുസ്തകം, ഒരു ബൈബിൾ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു. അവന് വളരെ നിരാശയായി. അവൻ ബൈബിൾ തുറന്നില്ല, അത് പെട്ടിയിൽ വെച്ചു. അവൻ വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ജീവിച്ചു. കുറേ കാലം അധ്വാനിച്ച് അവൻ തളർന്നു. ഒടുവിൽ വളരെ ക്ഷീണിതനായി തീർന്നു. ഒരിക്കൽ അവൻ എങ്ങനെയോ അപ്പൻ തന്ന ബൈബിൾ എടുത്തു. അതിലെ പേജുകൾ മറിച്ചപ്പോൾ അതിലൊരു പേപ്പർ ഉണ്ടായിരുന്നു. അത് വിൽപ്പത്രമായിരുന്നു. ആ വിൽപ്പത്രത്തിൽ വീടും എല്ലാ വസ്തുവകകളും ഈ മകന് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മകൻ അക്കാര്യം അറിയാത്തത് കൊണ്ട് വളരെ ദരിദ്രനായി ഇവിടെ ജീവിച്ചു. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകാനിരിക്കുന്ന ആ ശാശ്വതമായ പ്രതിഫലത്തെക്കുറിച്ച്, അവകാശത്തെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. വെളിപ്പാട് 22:12 ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ആ പ്രതിഫലം വിശ്വാസ കണ്ണുകൊണ്ട് നാം കാണാൻ പഠിക്കണം. വെളിപ്പാട് 22:4-5 അവർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. ഇനിയൊരിക്കലും രാത്രി ഉണ്ടാവുകയില്ല. ദീപത്തിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അവർ എന്നേക്കും വാഴും. റോമാലേഖനം 8:17 വീണ്ടും വായിക്കുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. ഇഫ് ഇൻഡീഡ് വി ഷെയർ ഇൻ ഹിസ് സഫറിങ്സ്, ഇൻ ഓർഡർ ദാറ്റ് വി മേ ഓൾസോ ഷെയർ ഇൻ ഹിസ് ഗ്ലോറി. ക്രിസ്തുവിനോട് കൂടെ കഷ്ടം അനുഭവിക്കാതെ ക്രിസ്തുവിനോട് കൂടെ തേജസ്കരിക്കപ്പെടുവാൻ കഴിയുമോ? ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കാതെ ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടുവാൻ കഴിയുകയില്ല എന്നാണ് ഈ വചനഭാഗം നമ്മോട് പറയുന്നത്. നാം മക്കളാണ്, ദൈവത്തിൻ്റെ അവകാശികളാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. അക്കാര്യങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ, ദൈവമക്കളായ നമ്മൾ, സ്വർഗത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ ഭൂമിയിൽ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുകയാണ്. സ്വന്തം ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടമുണ്ട്. തനിയെ അല്ല നാം കഷ്ടം അനുഭവിക്കുന്നത്, ക്രിസ്തുവിനോട് കൂടെയാണ്. ഒരു കഷ്ടവും നമുക്ക് തനിയെ അനുഭവിക്കേണ്ട. ഇപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഈ ഭൂമിയിൽ കഷ്ടമനുഭവിക്കുന്ന ദൈവമക്കൾക്ക് തേജസ്കരണം എന്ന അവസ്ഥയിൽ പ്രവേശിക്കാൻ കഴിയും. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും.
അതായത് ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുവാൻ ഇപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് മനസ്സില്ല എങ്കിൽ തേജസ്കരണവും നടക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ അവകാശിയാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ്, ക്രിസ്തു എല്ലാം പൂർത്തിയാക്കി, ഞാനൊരു കഷ്ടവും സഹിക്കുകയില്ല, ഇവിടെ രാജകുമാരനെ പോലെ ജീവിക്കണം, വളരെ സുഖിക്കണം, കാശുണ്ടാക്കണം, പേരും പ്രശസ്തി എനിക്ക് വേണം, അങ്ങനെ സുഖലോലുപനായി ജീവിക്കുവാൻ ശ്രമിച്ചാൽ, ലോകമോഹങ്ങളുടെ പിടിയിൽ അകപ്പെട്ടാൽ, സമ്പത്ത് സ്വന്തമാക്കുവാനുള്ള വ്യഗ്രത വന്ന് ഒരു ദ്രവ്യാഗ്രഹിയായി മാറിയാൽ ഒരിക്കലും ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടുകയില്ല. ക്രിസ്തുവിനോടുകൂടെ കഷ്ടപ്പെടുന്ന ദൈവമക്കളാണ് ക്രിസ്തുവിനോടുകൂടെ ഒരു നാളിൽ തേജസ്കരിക്കപ്പെടുന്നത്. പൗലോസ് ദൈവാത്മാവ് നിറഞ്ഞവനായിരുന്നു, ദൈവാത്മാവിനെ അനുസരിച്ചവനായിരുന്നു. പൗലോസ് ഒരു ദൈവ പൈതൽ തന്നെയായിരുന്നു. പക്ഷേ ഈ ഭൂമിയിൽ പൗലോസ് എത്രയോ കഷ്ടപ്പെട്ടു, എത്രയോ പീഡനങ്ങൾ, സുവിശേഷ നിമിത്തം തടവ്, കല്ലേറ്, ഉപദ്രവങ്ങൾ, പട്ടിണി, ആപത്ത്. ക്രിസ്തുവിനോടൊപ്പം പൗലോസ് ഭൂമിയിൽ കഷ്ടം അനുഭവിച്ചു. ക്രിസ്തുവിനോടുകൂടി കഷ്ടം അനുഭവിച്ച പൗലോസ് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ തേജസ്കരിക്കപ്പെടും. പൗലോസ് മാത്രമല്ല, ഈ ഭൂമിയിൽ ക്രിസ്തുവിനോടൊപ്പം കഷ്ടം അനുഭവിക്കുന്ന എല്ലാ യഥാർത്ഥ ദൈവമക്കളും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ തേജസ്കരിക്കപ്പെടും. നിങ്ങൾ ദൈവമക്കളായതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു കഷ്ടവും അനുഭവിക്കേണ്ടി വരികയില്ല എന്നല്ല കർത്താവ് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ ലക്ഷക്കണക്കിന് ദൈവമക്കൾ ഈ നിമിഷവും സുവിശേഷത്തെ പ്രതി കഷ്ടങ്ങൾ അനുഭവിക്കുന്നു. അവർ ഒറ്റയ്ക്കല്ലാതെ അനുഭവിക്കുന്നത്, ക്രിസ്തുവിനോട് കൂടെയാണ്. ആ കഷ്ടങ്ങളിൽ ക്രിസ്തുവും പങ്കാളിയാണ്. നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. ഒരു നാളിൽ ക്രിസ്തുവിൻ്റെ വരവിൽ ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 തിമോത്തി 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. ആദ്യം കഷ്ടത, പിന്നെ മഹത്വം അഥവാ തേജസ്കരണം. ഇതാണ് ദൈവത്തിൻ്റെ ക്രമം. ആദ്യം തന്നെ തേജസ്കരണമല്ല, ആദ്യം കഷ്ടത, പിന്നെ തേജസ്കരണം. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പുത്രന് ആദ്യം കൊടുത്തത് കഷ്ടതയാണ്, പിന്നെയാണ് മഹത്വം. ക്രൂശ് മരണത്തോളം പിതാവായ ദൈവത്തെ പുത്രൻ അനുസരിച്ചു, പീഡനങ്ങളേറ്റു. പക്ഷെ ഒടുവിൽ എന്താണ് പിതാവായ ദൈവം പുത്രന് നൽകാൻ പോകുന്നത്? സകല നാമത്തിലും മേലായ നാമം. യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകത്തിലുള്ളവരുടെയും ഭൂലോകത്തിലുള്ളവരുടെയും അധോലോകത്തിലുള്ളവരുടെയും മുഴങ്കാലികളെല്ലാം മടങ്ങുകയും യേശുക്രിസ്തു മാത്രം ഏക കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയും. എല്ലാ മുട്ടും മടങ്ങും യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ. ഇപ്പോൾ സ്വർഗത്തിലെ മാലാഖമാർ യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ മുട്ടുമടക്കുന്നുണ്ട്. ഇപ്പോൾ ഭൂമിയിലുള്ള ദൈവമക്കൾ യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ മുട്ടുമടക്കുന്നുണ്ട്. എന്നാൽ എല്ലാ മനുഷ്യരും മുട്ടുമടക്കിയിട്ടില്ല. അത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ എല്ലാവരും, നരകത്തിലേക്ക് പോകാനുള്ളവരും ക്രിസ്തുവിൻ്റെ മുമ്പാകെ മുട്ടുമടക്കിയതിന് ശേഷമാണ് യേശു മാത്രം ഏക കർത്താവ് എന്ന് സമ്മതിച്ചതിന് ശേഷം മാത്രമാണ് അവരും നരകത്തിലേക്ക് പോകുന്നത്. സ്വർഗത്തിലേക്ക് പോകാനുള്ളവരും ക്രിസ്തുവിനെ കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞാണ് അങ്ങോട്ട് പ്രവേശിക്കുന്നത്. പക്ഷേ ഈ രീതിയിലുള്ള മഹത്വം, ഈ രീതിയിലുള്ള തേജസ്കരണം തൻ്റെ സ്വന്തം പുത്രൻ അനുഭവിക്കണമെങ്കിൽ അതിനു മുമ്പ് കഷ്ടതയിലൂടെ പോകണമായിരുന്നു. ഇതേ മെത്തേഡ് തന്നെയാണ് ക്രിസ്തു വഴി ദൈവമക്കളായ നമുക്കും പിതാവായ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്. ഇത് തിരിച്ചറിയുവാനും നമുക്ക് ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കണം.
അല്ലാതെ ഇക്കാര്യവും മനസ്സിലാക്കാൻ സാധ്യമല്ല. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. സ്വർഗത്തിൽ ഇരിക്കാൻ പോകുന്ന ഒരു ദൈവ പൈതലിനോട് അവിടെ എത്തി ഇൻ്റർവ്യൂ ചെയ്താൽ എങ്ങനെയാണ് ഇവിടെ സ്വർഗത്തിൽ എത്തിയത് എന്ന് ചോദിച്ചാൽ ആ ദൈവ പൈതൽ എന്തായിരിക്കും മറുപടി പറയുക? ഇപ്രകാരമായിരിക്കും മറുപടി പറയുക: ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ ക്രിസ്തുവിനോടുകൂടെ കഷ്ടമനുഭവിച്ചു, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ക്രിസ്തുവിനോടുകൂടെ ഞാൻ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു. വെളിപ്പാട് 7-ാം അധ്യായം 13 തൊട്ട് 15 വരെ. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിന്മേൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഭൂമിയിലായിരിക്കുമ്പോൾ മഹാകഷ്ടത്തിലായിരുന്നവർ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവിടുത്തെ ആലയത്തിൽ രാപ്പകൽ അവിടുത്തെ ആരാധിക്കുകയാണ്. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു നാഥൻ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു നാഥൻ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്ന് നാഥൻ മുഖം കണ്ട് ആരാധിച്ചിടും. യേശുവിനെ സ്വീകരിച്ചാൽ എല്ലാ കഷ്ടതയും മാറും. ആ സന്ദേശം വ്യാജ സന്ദേശം അല്ലേ? ഈ ഭൂമിയിൽ എല്ലാ കഷ്ടതകളും മാറ്റിത്തരാമെന്ന് ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ കഷ്ടതകൾ മാറും, നിങ്ങൾക്ക് ധാരാളം പണം കിട്ടും, സമൂഹത്തിൽ നിങ്ങൾക്ക് ഒന്നാമനാകാൻ കഴിയും. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടും, നിങ്ങൾക്ക് ദേശത്തിലെ ഏറ്റവും വലിയ പണക്കാരനാകാം. ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊന്നും തന്നെ യഥാർത്ഥ സുവിശേഷ സന്ദേശവുമായി പൊരുത്തപ്പെടുന്ന സന്ദേശങ്ങളല്ല. യഥാർത്ഥ സുവിശേഷത്തിൽ നിന്ന് മനുഷ്യരെ വഴിതെറ്റിക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള പ്രോസ്പെരിറ്റി സന്ദേശത്തിന് കഴിവുള്ളൂ. അതുകൊണ്ട് പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ ഭീകരത എല്ലാ മനുഷ്യരും തിരിച്ചറിയണം. ഇവിടെ ക്രിസ്തുവിനോടൊത്ത് ഈ ഭൂമിയിൽ കഷ്ടം അനുഭവിച്ചാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ക്രിസ്തുവിനോടൊത്ത് തേജസ്കരിക്കപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കഷ്ടത വേണ്ട എന്നുള്ള സന്ദേശം നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് നിത്യമായ തേജസ്കരണമാണ് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നഷ്ടപ്പെടാനിരിക്കുന്നത്. ഇവിടെ നമുക്ക് വലിയ വീട് കിട്ടിയില്ല എങ്കിലും, നമ്മുടെ ബിസിനസ് വർദ്ധിച്ചില്ല എങ്കിലും, ഇവിടെ നമ്മുടെ മക്കൾക്ക് വലിയ വിദ്യാഭ്യാസം കിട്ടിയില്ല എങ്കിലും, ധാരാളം പണം നിക്ഷേപിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അതൊന്നും ഒരു നഷ്ടമല്ല. പക്ഷേ ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടുവാൻ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അതിന് നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ ആ നഷ്ടം ഒരിക്കലും നികത്തുവാൻ സാധ്യമല്ല. അതിനാൽ വ്യാജമായ സന്ദേശങ്ങളാൽ ആരും കബളിപ്പിക്കപ്പെടരുത്. ഒരുപക്ഷെ നിങ്ങളുടെ കഷ്ടം ചിലപ്പോൾ മാറിയെന്ന് വരും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ വിശ്വസിക്കുക വഴി ബിസിനസ് വർദ്ധിച്ചു എന്ന് വരാം, കുറേ പണം സമ്പാദിക്കാൻ സാധിച്ചു എന്ന് വരാം. പക്ഷേ ആത്മാവ് സ്വർഗത്തിലെത്തുമോ? ആ കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. 2 തിമോത്തി 2:11 തൊട്ട് 12 വരെ നാം വായിക്കുമ്പോൾ, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. ആദ്യം കഷ്ടത, പിന്നെ തേജസ്കരണം അഥവാ മഹത്വം. കഷ്ടത കൂടാതെ തേജസ്കരണമില്ല, കുരിശു കൂടാതെ കിരീടം ഇല്ല.
അതുകൊണ്ട് ക്രിസ്തുവിനെ ഉപയോഗിച്ച് ഭൂമിയിലെ ഭൗമികമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന പ്രസംഗങ്ങളാൽ ആരും വഞ്ചിക്കപ്പെടരുത്. മർക്കോസ് 4-ാം അധ്യായം 17 മുതൽ വായിക്കുന്നു. വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണുപോകുന്നു. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ്. അവർ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. പ്രോസ്പെരിറ്റി സുവിശേഷത്തിൻ്റെ പിന്നാലെ പോയാൽ, അഥവാ യഥാർത്ഥ വചനമെന്ന വിത്ത് ഒരുവൻ്റെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ തന്നെ പ്രോസ്പെരിറ്റി ഗോസ്പൽ, അതായത് ക്രിസ്തുവിൽ വിശ്വസിച്ച് വസ്തുവകകളും പണവും വാരിക്കോരി കൂട്ടണം എന്നുള്ള സന്ദേശം ഒരുവൻ വിശ്വസിച്ചാൽ, അഥവാ ആ സഹോദരനിൽ മായമില്ലാത്ത സത്യവചനത്തിൻ്റെ വിത്തുകൾ അല്പം കിടക്കുന്നുണ്ട് എങ്കിൽ ആ വചനമെന്ന വിത്തിനെ നശിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾക്ക് കഴിവുണ്ട് എന്നുള്ള കാര്യം ആരും മറക്കരുത്. ഇവിടെ കർത്താവ് പറയുകയാണ്, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ബലശൂന്യമാവുകയും ചെയ്യുന്നു. ധനത്തിൻ്റെ ആകർഷണം, മറ്റു വസ്തുക്കളോടുള്ള താല്പര്യം, ഇത് ഹൃദയത്തിൽ കടന്നു വന്നാൽ വചനത്തെ ആ താല്പര്യങ്ങൾ, മോഹങ്ങൾ ഞെരുക്കും. ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിലല്ല നിക്ഷേപം സ്വരൂപിക്കേണ്ടത്, സ്വർഗത്തിലാണ് നിക്ഷേപം സ്വരൂപിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന എല്ലാ സന്ദേശങ്ങളും വചനവിരുദ്ധമാണ്. അതിൻ്റെ ഉപജ്ഞാതാവ് പിശാചാണ് എന്നുള്ള കാര്യം എല്ലാ ദൈവമക്കളും തിരിച്ചറിയണം. ഇന്ന് പലരും പിന്മാറ്റക്കാരായി. പല ദൈവമക്കളും പണത്തിൻ്റെ വസ്തുക്കളുടെ പുറകെ പോയി. പല ദൈവമക്കളും സ്ഥാനമാനങ്ങളുടെ പുറകെ പോയി. പല പ്രഭാഷകർ പോലും വസ്തുവകകളുടെയും പദവികളുടെയും പിന്നാലെ പോയപ്പോൾ അവരിലുള്ള വചനം നിഷ്ഫലമായി തീർന്നു. പക്ഷേ പലരും അത് തിരിച്ചറിഞ്ഞിട്ടില്ല. പല നേതാക്കളും ഇന്ന് പലതും പ്രസംഗിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അവരുടെ ഉള്ളിൽ വചനമൊന്നും ഇല്ല. അതെല്ലാം നിഷ്ഫലമായി പോയി. എപ്പോൾ അവർ പണത്തെ സ്നേഹിച്ചുവോ, എപ്പോൾ അവർ ലൗകിക നേട്ടങ്ങളുടെ പുറകെ പോയോ, അപ്പോൾ അവരിൽ നിന്ന് വചനവും നഷ്ടപ്പെട്ടു. പക്ഷെ അക്കാര്യം അറിയാതെ വ്യാജമായ സന്ദേശങ്ങൾ അവർ ഇപ്പോഴും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മാരകമായ വിപത്ത് ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ഒരു ദൈവ പൈതലിനും ഉണ്ടാകരുതേ എന്നാണ് ഈ എളിയവൻ്റെ പ്രാർത്ഥന. ക്രിസ്തു പറയുകയാണ്, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ കഷ്ടത ഉണ്ടെങ്കിലും ക്രിസ്തുവിനോട് ഒപ്പമാണല്ലോ അവർ ആ കഷ്ടത അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആ കഷ്ടതയും മാധുര്യമുള്ളതാണ്. തീർച്ചയായും നാം അവനോടൊപ്പം കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുമെന്നാണ്. ഈ ഭൂമിയിൽ ദൈവമക്കൾക്ക് കഷ്ടതയുണ്ട്. കഷ്ടത വരുമ്പോൾ കർത്താവ് മാറി നിന്ന് നമ്മോട് നീ തനിയെ അത് സഹിക്കുക എന്ന് പറയുകയില്ല. ക്രിസ്തു സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരുമാണ് ക്രിസ്തുവിൻ്റെ ശരീരം. ക്രിസ്തു ശിരസ്സാണ്. ശരീരമായ സഭ അഥവാ വിശ്വാസികളായ നാം വേദനിക്കുമ്പോൾ ഉടനെ തന്നെ ശിരസ്സും വേദനിക്കും. ക്രിസ്തു ശിരസ്, നമ്മൾ ഉടലാണ്. നമുക്ക് വേദനിച്ചാൽ ശിരസ്സായ ക്രിസ്തുവും വേദനിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. യെശയ്യാ 43:2 മുതൽ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. സമുദ്രത്തിലൂടെ പോകേണ്ടി വരും, പക്ഷേ തനിയെ അല്ല പോകുന്നത്.
സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. വെള്ളത്തിലൂടെ നടക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. അഗ്നി സമാനമായ ശോധനയിലൂടെ പോകുമ്പോൾ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. യുഗാവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ക്രിസ്തു യഥാർത്ഥ സ്നേഹിതനാണ്. ഒരു യഥാർത്ഥ സ്നേഹിതൻ സുഹൃത്തിൻ്റെ അപകടഘട്ടത്തിൽ അവനെ തനിച്ചാക്കുകയില്ല. സദൃശവാക്യങ്ങൾ 17:17 സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. ഈ ഭൂമിയിൽ നമുക്ക് ചില സ്നേഹിതന്മാർ ഉണ്ടായിരിക്കാം, സഹോദരങ്ങൾ ഉണ്ടായിരിക്കാം. അവരെക്കാളൊക്കെ വിശ്വസ്തനായ സ്നേഹിതനും സഹോദരനുമാണ് കർത്താവായ യേശുക്രിസ്തു. കഷ്ടതയാണ് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നത്. അത് ശരിയല്ലേ? ശരിയാണ്. ആദിമസഭയിലെ വിശ്വാസികൾ പീഡനത്തിലൂടെ പോയപ്പോൾ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. അനേകം കഷ്ടങ്ങളിലൂടെയാണ് നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞ് ശിഷ്യന്മാരുടെ ഹൃദയത്തെ ഉറപ്പിച്ചു. ദൈവമക്കൾ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ കഷ്ടത. കാരണം ആ കഷ്ടതയിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യവും വിടുതലും അവർ അനുഭവിക്കുകയാണ്. ആ കഷ്ടത അവരെ കൂടുതൽ കർത്താവിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ ഭൂമിയിൽ ഒരു നിക്ഷേപവും വേണ്ട, ഇവിടുത്തെ പണം വേണ്ട, പ്രശസ്തി വേണ്ട, സ്വർഗത്തിലെ ശാശ്വതമായ അവകാശം ഞങ്ങൾക്ക് മതി. ആ കാഴ്ചപ്പാട് നമുക്ക് തരുവാൻ ഭൂമിയിലെ കഷ്ടത നമ്മെ കാര്യമായി സഹായിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14:22 വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അല്ലാതെ ഇന്ന് ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നന്മ ഉണ്ടാകും, നിങ്ങളുടെ ബിസിനസ് വർദ്ധിക്കും, നിങ്ങൾക്ക് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും, നല്ല വാഹനങ്ങളും ധാരാളം നിക്ഷേപങ്ങളും സ്വന്തമാക്കാൻ കഴിയും, 3 മാസം കഴിഞ്ഞാൽ വല്ലാത്ത നന്മ വരും, ഇങ്ങനെ പറഞ്ഞിട്ടല്ല കഷ്ടത അനുഭവിക്കുന്ന ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചത്. പിന്നെ എങ്ങനെയാണ് പൗലോസ് ഉറപ്പിച്ചത്? നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ കടന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. അങ്ങനെ പറഞ്ഞാണ് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചത്. നമ്മളും ഇന്ന് യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിക്കേണ്ടത് നിനക്ക് ഈ ഭൂമിയിൽ അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞിട്ടല്ല, കഷ്ടങ്ങളിലൂടെയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുക എന്നുള്ള സത്യവചനം പറഞ്ഞാണ് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളുടെ മനസ്സിനെ നാം ഉറപ്പിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോലനായ പൗലോസ് ക്രിസ്ത്യാനിയായപ്പോൾ ധാരാളം കഷ്ടങ്ങൾ അനുഭവിച്ചു. കേവലം ക്രിസ്ത്യാനി എന്ന പേര് സ്വീകരിച്ചതുകൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിച്ചപ്പോൾ ധാരാളം ഉപദ്രവങ്ങൾ, തടവ്, പീഡനം ഒക്കെ പൗലോസ് അനുഭവിച്ചു. മുമ്പ് പൗലോസ് യഹൂദ മതത്തിൽ ഒരു പ്രമാണിയായിരുന്നു. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യനായിരുന്നു. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനായിരുന്നു. ഇസ്രായേൽ ജാതിക്കാരനായിരുന്നു. മതപരമായ ഒത്തിരി യോഗ്യതകൾ അന്ന് പൗലോസിന് പറയാനുണ്ടായിരുന്നു. ഒരു യഹൂദനായി യഹൂദ മതത്തിലെ അഗ്രഗണ്യനായി ജീവിച്ചിരുന്ന ആ പഴയ കാലത്ത് പൗലോസിന് ഒരു കഷ്ടതയും ഉണ്ടായിരുന്നില്ല. അന്ന് പൗലോസ് സ്വീകരിച്ച യഹൂദ മതവിശ്വാസം കഷ്ടതയല്ല പൗലോസിന് നൽകിയത്. പക്ഷേ പിന്നീട് ദമാസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ക്രിസ്ത്യാനിയായി. അന്ന് മുതൽ പൗലോസ് കഷ്ടത എന്തെന്ന് അനുഭവിച്ചു. എന്നാൽ ദമാസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും ഞാൻ എന്തായാലും ക്രിസ്ത്യാനിയായി ജീവിച്ചു കൊള്ളാം, ഒരു രഹസ്യ ക്രിസ്ത്യാനിയായി സുവിശേഷം ആരോടും പറയാതെ ഞാൻ മൗനമായി ജീവിച്ചു കൊള്ളാം, അങ്ങനെ പൗലോസ് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഈ രീതിയിലുള്ള പീഡനങ്ങൾ, തടവുകളൊന്നും പൗലോസിന്
ഏൽക്കേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ പൗലോസ് ഈ പീഡനങ്ങളേറ്റത് കഷ്ടതകളുടെ പുറകിലുള്ള ദൈവിക ഉദ്ദേശം തനിക്ക് തിരിച്ചറിയാൻ ആന്തരിക നേത്രങ്ങൾ കർത്താവ് തന്നെ തുറന്നു. നാം അവനോടൊപ്പം, അതായത് കർത്താവിനോടൊപ്പം കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും, മഹത്വീകരിക്കപ്പെടും. ഈ കാര്യം പൗലോസിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് സുവിശേഷ നിമിത്തം ഒരുപാട് കഷ്ടതകൾ പൗലോസ് അനുഭവിച്ചു. 2 തിമോത്തി 3:12 യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. കർത്താവ് യേശു തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 16:33 ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ക്രിസ്തു നമ്മോട് ഇങ്ങനെ ചോദിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഇതാ എൻ്റെ കയ്യിൽ മുറിവുണ്ട്, നിൻ്റെ കയ്യിൽ മുറിവുണ്ടോ? എൻ്റെ തലയിൽ മുൾമുടിയുണ്ട്, നിൻ്റെ തലയിൽ മുൾമുടിയുണ്ടോ? എൻ്റെ ശരീരത്തിൽ ചാട്ടയടിയേറ്റ ക്ഷതങ്ങൾ ഉണ്ട്, നിൻ്റെ ശരീരത്തിൽ ചാട്ടയടിയേറ്റ ക്ഷതങ്ങൾ ഉണ്ടോ? എൻ്റെ കാലുകളിൽ ആണിപ്പാടും എൻ്റെ മുഖത്ത് തുപ്പലും ഉണ്ട്, നിൻ്റെ ശരീരത്തിൽ ഇതൊക്കെ ഉണ്ടോ? ഞാൻ ഭൂമിയിൽ വന്നപ്പോൾ ധാരാളം കഷ്ടതകളിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നുപോയി. നീ ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി കഷ്ടതകൾ സ്വീകരിക്കുന്നുണ്ടോ? ഇപ്രകാരം കർത്താവായ യേശു ക്രിസ്തു ദൈവമക്കളായ നമ്മോട് ചോദിച്ചാൽ നാം അതിന് എന്തു മറുപടി പറയും? നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. റോമാലേഖനം 8:17 അവസാനം നമ്മോട് പറയുന്നു, നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. ഓരോ വർഷവും, ഓരോ മാസവും, ഒരുപക്ഷെ ഓരോ ആഴ്ചയിലും എത്രയോ ക്രിസ്ത്യാനികളാണ് ക്രിസ്തുമാർഗം നിമിത്തം, ക്രിസ്തു നിമിത്തം രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ ശത്രുക്കളാൽ എത്ര പേർ ആക്രമിക്കപ്പെടുന്നു. പലരും തീരാ രോഗികളായി, വീട് നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു. ലോകത്തിൽ ഒരുപാട് പേർ ക്രിസ്തുവിനെ പ്രതി ജീവിക്കുന്ന രക്തസാക്ഷികളായി ജീവിക്കുന്നുണ്ട്. പലരും മരിച്ചുപോയി ക്രിസ്തുവിന് വേണ്ടി. എന്നാൽ ഭൂമിയിൽ ആരൊക്കെ ക്രിസ്തുവിനോടൊപ്പം കഷ്ടത അനുഭവിച്ചുവോ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ അവരെല്ലാം ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനോട് കൂടെ തേജസ്കരിക്കപ്പെടുന്ന അവസ്ഥ ഓർത്തു നോക്കിയാൽ ഇപ്പോഴത്തെ കഷ്ടതകൾ തികച്ചും നിസ്സാരം തന്നെയാണ്. ശരിയാണ്. അക്കാര്യം ദൈവത്തിൻ്റെ വചനവും നമ്മോട് പറയുന്നു. റോമാലേഖനം 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മെക്കാളും എത്രയോ അധികം സുവിശേഷത്തിന് വേണ്ടി കഷ്ടത അനുഭവിച്ചവനാണ് പൗലോസ്. എന്നാൽ പൗലോസ് ആ കഷ്ടതയെ സാരമില്ല എന്ന് പരിഗണിച്ചു. കാരണം പൗലോസിനറിയാം, ഒരു നാളിൽ ഞാൻ ക്രിസ്തുവിനോടൊപ്പം തേജസ്കരിക്കപ്പെടും. ഈ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കഷ്ടതകൾ വല്ലാത്ത കഷ്ടതകളാണ് എന്ന് നാം പറയുകയില്ല. പൗലോസ് അനുഭവിച്ചതിൻ്റെ 1000-1 പോലും കഷ്ടത സുവിശേഷത്തിന് വേണ്ടി ഞാനോ നിങ്ങളോ ഇന്ന് ഈ തിരുവചനം ശ്രദ്ധിക്കുന്ന ആരും തന്നെ അനുഭവിച്ചിട്ടില്ല. ഇത്രയും വലിയ കഷ്ടത അനുഭവിച്ചിട്ട് പൗലോസ് പറയുന്നത് ഞാൻ വല്ലാത്ത കഷ്ടത അനുഭവിച്ചു എന്നല്ല, ഇത് സാരമില്ല, നിസ്സാരമായ കഷ്ടതയാണ്. കാരണം എന്നിലൊരു തേജസ് വെളിപ്പെടാനുണ്ട്. അതും ഞാൻ ധ്യാനിക്കുമ്പോൾ ഇപ്പോഴത്തെ കഷ്ടതകൾ എത്രയോ നിസ്സാരമാണ്. വീണ്ടും പൗലോസ് പറയുന്നുണ്ട് 2 കൊരിന്ത്യർ 4:17 നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ മുഖാന്തരമാകുന്നു. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം
ഞങ്ങൾക്ക് കിട്ടുവാൻ മുഖാന്തരമാകുന്നു. പൗലോസ് അനുഭവിച്ച കഷ്ടത വെറുതെയല്ല, അത് തേജസ്സിൻ്റെ നിത്യഘനം പൗലോസിനെ പോലെ ജീവിച്ചവർക്കും കിട്ടുവാൻ ഒരു മുഖാന്തരമായി. പൗലോസ് പറയുന്നത്, ഞാൻ അനുഭവിച്ചത് നൊടി നേരത്തേക്കുള്ള കഷ്ടതയാണ്. വാസ്തവത്തിൽ പൗലോസ് വർഷങ്ങളോളം കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, ഞാൻ അനുഭവിച്ചത് നൊടി നേരത്തേക്കുള്ള കഷ്ടത. 2 കൊരിന്ത്യർ 4:17 വീണ്ടും വായിക്കുന്നു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ മുഖാന്തരമാകുന്നു. ദൈവമക്കൾക്ക് ഈ ഭൂമിയിലുണ്ടാകുന്ന കഷ്ടത സ്വർഗത്തിൽ ശാശ്വതമായ പ്രതിഫലം, തേജസ്കരണം അവർക്ക് ലഭിക്കുവാൻ അത് സഹായകരമാണ്. അതുമാത്രമല്ല, ഈ കഷ്ടതകൾക്ക് മറ്റൊരു ഉദ്ദേശമുണ്ട്. ഭൂമിയിൽ നാം ദൈവഹിതപ്രകാരം സുവിശേഷത്തിന് വേണ്ടി, അവിടുത്തെ വചനം പാലിക്കാൻ വേണ്ടി കഷ്ടത അനുഭവിച്ചാൽ അത് നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തും. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് നാം അനുരൂപമാകണമെങ്കിൽ ഭൂമിയിൽ ദൈവഹിതപ്രകാരമുള്ള കഷ്ടത അനുഭവിക്കണം. നാം ദുഷ്ടത ചെയ്ത് അനുഭവിക്കുന്ന കഷ്ടതയല്ല, ദൈവഹിതപ്രകാരമുള്ള കഷ്ടതകൾ അനുഭവിക്കണം. അപ്പോൾ റോമാലേഖനം 3:3-4 നമ്മോട് പറയുന്നു, മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. കഷ്ടതകൾ സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ക്രിസ്തുവിന് ചേരാത്ത നമ്മുടെ പ്രാകൃത മനോഭാവങ്ങളെ മാറ്റി യേശു ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായി ഈ ഭൂമിയിൽ നാം ജീവിക്കുവാൻ കഷ്ടതകൾ വലിയ അനുഗ്രഹങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹവാനായ കർത്താവേ, അവിടുത്തെ മാറ്റമില്ലാത്ത നിത്യമായ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ എല്ലാവരുടെയും ആന്തരിക നേത്രങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കുമാറാകണമേ. നാം മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും എന്നുള്ള തിരുവചനം ഞങ്ങൾ കേട്ടുകഴിഞ്ഞു. ഈ ഭൂമിയിലെ സകല നിക്ഷേപങ്ങളെക്കാളും വലുതാണ് ദൈവത്തിൻ്റെ സ്വത്തിൻ്റെ, അനന്തമായ സ്വത്തിൻ്റെ അവകാശികളാകുക എന്നുള്ള കാര്യം. ഇന്ന് ഈ തിരുവചനം കേട്ട ആരെങ്കിലും ദൈവമക്കളായിട്ടില്ല എങ്കിൽ, ദൈവത്തിൻ്റെ നിത്യമായ സ്വത്തിൻ്റെ, സ്വർഗത്തിൻ്റെ അവകാശികളായിട്ടില്ല എങ്കിൽ, ഈ ദൈവത്തിൻ്റെ വചനം ദൈവമക്കളാകുവാനുള്ള അദമ്യമായൊരു ആഗ്രഹവും താല്പര്യവും അവരിൽ ജനിപ്പിക്കുമാറാകണമേ. ഈ ലോകത്തിലെ പണത്തിനും വസ്തുക്കൾക്കും ഭൗമികമായ മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയല്ല, താൽക്കാലികമായ ഭൗമിക നിക്ഷേപങ്ങൾക്ക് വേണ്ടിയല്ല, സ്വർഗത്തിലെ ശാശ്വതമായ പ്രതിഫലം എനിക്ക് സ്വന്തമാക്കണം, അക്കാര്യത്തിനായുള്ള ഒരു വാഞ്ച എല്ലാവർക്കും നൽകുമാറാകണമേ. നേരത്തെ ദൈവമക്കളായവർ ആരും തന്നെ വ്യാജമായ സന്ദേശങ്ങളാൽ കുടുങ്ങി ഈ ലോകത്തിലെ വസ്തുക്കളുടെയും പണത്തിൻ്റെയും പുറകെ പോയി ദൈവം അവർക്ക് നൽകാമെന്ന് വാഗ്ദാനം പറഞ്ഞിട്ടുള്ള ആ ശാശ്വതമായ അവകാശം അവർക്ക് നഷ്ടമാകരുതേ. അവരുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞു, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഇതുവരെ ലാഭമായി കരുതിയതൊക്കെ ഞാൻ നഷ്ടമായി, ഛേദമായി എണ്ണുന്നു, പരിഗണിക്കുന്നു. പൗലോസിനെ പോലെ ഈ ലോക നേട്ടങ്ങൾ നഷ്ടമായി കരുതി ശാശ്വതമായി ഇതിനെ മുറുകെ പിടിക്കുവാനുള്ള ആത്മീയ കാഴ്ചപ്പാട് എല്ലാവർക്കും നൽകുമാറാകണമേ. അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. ഈ ഭൂമിയിലെ കഷ്ടതകൾ ക്രിസ്തുവിനോടൊപ്പം തേജസ്കരിക്കപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന സഹായികളാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്ക് നൽകണമേ. പരിശുദ്ധാത്മാവ് ആത്മീയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുമാറാകണമേ. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഇന്ന് നമ്മോടും തിരുവചനം കേട്ട എല്ലാ ദൈവമക്കളോടും കൂടെ ഇരിക്കുമാറാകട്ടെ. എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും കർത്താവായ യേശുവിനെ നമുക്ക് അർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവേ, ദൈവമക്കളെ തേജസ്കരിക്കുവാൻ അവിടുന്ന് വേഗം വരുമാറാകണമേ.
നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. ലോക മക്കൾക്കും കഷ്ടം വരാറുണ്ട്, ദൈവമക്കൾക്കും കഷ്ടം വരാറുണ്ട്. ഈ രണ്ട് കഷ്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ വേദഭാഗം ഒന്നുകൂടി വായിച്ച് മറുപടി പറയാം. റോമാലേഖനം 8-ാം അധ്യായം 17-18 വാക്യങ്ങൾ. റോമാലേഖനം 8-ാം അധ്യായം 17-18 വാക്യങ്ങൾ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ലോകത്തിലെല്ലാവർക്കും കഷ്ടമുണ്ട്. ദൈവമക്കൾക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാവർക്കും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റു രീതിയിൽ കഷ്ടത വരാറുണ്ട്. എന്നാൽ ദൈവമക്കളുടെ കഷ്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നാമതായി, ദൈവാത്മാവിനെ അനുസരിച്ച് ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന ദൈവമക്കളാണ് നമ്മളെങ്കിൽ നമുക്കുണ്ടാകുന്ന യാതൊരു കഷ്ടതയും നമുക്ക് തനിയെ സഹിക്കേണ്ടി വരികയില്ല. നമ്മുടെ എല്ലാ കഷ്ടങ്ങളിലും ക്രിസ്തു പങ്കാളിയാണ്. അതുകൊണ്ട് തിരുവചനം നമ്മോട് പറയുന്നത്, നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. അതുകൊണ്ട് കഷ്ടതയുടെയും പരിശോധനയുടെയും സമയത്ത് ദൈവാത്മാവിനെ അനുസരിക്കുന്ന ദൈവമക്കൾ നിരാശപ്പെടുന്നില്ല, തളർന്നു പോകുന്നില്ല. അവർക്കറിയാം, ഈ കഷ്ടതയിൽ കർത്താവായ യേശുക്രിസ്തു എന്നോടൊപ്പമുണ്ട്. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയാണ്. മാത്രമല്ല, ദൈവമക്കൾക്ക് കഷ്ടത ഒരു പ്രത്യാശയാണ് നൽകുന്നത്. കാരണം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. കർത്താവിനോടുകൂടെ ഈ ഭൂമിയിൽ ദൈവമക്കൾ കഷ്ടത അനുഭവിച്ചാൽ അതിന് മഹാപ്രതിഫലം അവർക്ക് ലഭിക്കും. അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. അതുകൊണ്ട് ദൈവമക്കൾ വലിയ പ്രത്യാശയോടുകൂടെ കർത്താവായ യേശുവിൻ്റെ വരവിൽ വലിയ പ്രതിഫലവും തേജസ്കരണവും ഈ കഷ്ടതയ്ക്ക് എനിക്ക് ലഭിക്കും, ആ പ്രത്യാശയോടുകൂടിയാണ് കഷ്ടതകളെ നേരിടുന്നത്. എന്നാൽ ലോകമക്കൾ കഷ്ടതകൾ വരുമ്പോൾ പലപ്പോഴും തളർന്നു പോകാറുണ്ട്. ചിലർ ആത്മഹത്യ ചെയ്യാറുണ്ട്. ചിലർ കഷ്ടത വരുമ്പോൾ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തില്ല എങ്കിലും ജീവനോടിരിക്കുന്നതും മരിച്ചതും ഒരുപോലെ എന്ന രീതിയിൽ പ്രത്യാശയില്ലാതെ ദിവസങ്ങൾ തള്ളി നീക്കാറുണ്ട്. അതിന് കാരണം ലോകമക്കൾക്ക് കഷ്ടത വരുമ്പോൾ ക്രിസ്തുവിനോട് കൂടെയല്ല അവരത് സഹിക്കുന്നത്. അവരുടെ സ്വന്തം ശക്തി കൊണ്ടാണ് ആ കഷ്ടതയെ തരണം ചെയ്യുവാൻ അവർ പരിശ്രമിക്കുന്നത്. സ്വന്തം ശക്തി കൊണ്ട് ആ കഷ്ടതയെ തരണം ചെയ്യാൻ പറ്റാതാകുമ്പോൾ അവർ തളർന്നു പോകുന്നു. മാത്രമല്ല, ഈ കഷ്ടതയ്ക്ക് ഒരു വലിയ പ്രതിഫലം ഇനി എനിക്ക് ലഭിക്കും, ഈ കഷ്ടത എനിക്ക് വലിയ റിവാർഡ് തരും, ഈ കഷ്ടത എന്നെ തേജസ്കരണത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള പ്രത്യാശയുമില്ലാത്തത് കൊണ്ട് ലോകമക്കൾ സാധാരണഗതിയിൽ കഷ്ടത വരുമ്പോൾ വല്ലാതെ തളരും. ചിലർ മദ്യത്തിൻ്റെ അടിമയാകും. ചിലർ ആകെ അസ്വസ്ഥരായി മറ്റുള്ളവർക്കും സ്വസ്ഥത കൊടുക്കാത്ത അവസ്ഥയിൽ അവർ എത്തും. എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ദൈവമക്കൾക്ക് കഷ്ടത വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. എല്ലാ കഷ്ടതകളും മാറുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതിയോ? എല്ലാ കഷ്ടതകളും മാറ്റിത്തരാമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ല. ഇവിടെ നാം വായിച്ചത്, യേശുക്രിസ്തുവിനോടുകൂടെ നാം കഷ്ടം ഈ ഭൂമിയിൽ അനുഭവിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നാം തേജസ്കരിക്കപ്പെടും എന്നാണ്. മാത്രമല്ല, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല
എന്ന് എണ്ണുന്നു. ദൈവമക്കൾക്ക് കഷ്ടതയുണ്ട്, പക്ഷേ ക്രിസ്തു ആ കഷ്ടതയിൽ അവരുടെ കൂടെയുള്ളതുകൊണ്ട് കഷ്ടതയെ അതിജീവിക്കത്തക്ക രീതിയിൽ സമാധാനവും പ്രത്യാശയും അവരുടെ ഹൃദയത്തിൽ വന്നു നിറയും. ജീവിതത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. പക്ഷേ അവയെ അഭിമുഖീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തും. ഇതാ യുഗാവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്ത കർത്താവ് കഷ്ടതകളിൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ധൈര്യപ്പെടുത്തും. അല്ലാതെ പ്രോസ്പെരിറ്റി സുവിശേഷം നമ്മോട് പറയുന്നത് പോലെ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ കഷ്ടതയുണ്ടാകുകയില്ല, ഭൂമിയിൽ ആകെ ഉയർച്ചയായിരിക്കും, ധാരാളം പണം കിട്ടും, ഇതെല്ലാം തികച്ചും വ്യാജമാണ്, യഥാർത്ഥ സുവിശേഷമല്ല. കഷ്ടത മാറ്റുകയല്ല ദൈവം ചെയ്യുന്നത്, മറിച്ച് ഒരു ക്രിസ്ത്യാനിക്ക് കഷ്ടത വരുന്നതിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. കഷ്ടത നമുക്ക് സഹനശീലവും സഹനശീലം നമുക്ക് പ്രത്യാശയും തരുന്നു. നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളാണ് എങ്കിൽ, നമ്മൾ പരിശുദ്ധാത്മശക്തിയാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന ഒറിജിനൽ ക്രിസ്ത്യാനികളാണ് എങ്കിൽ നിശ്ചയമായും ഈ ഭൂമിയിൽ പല രീതിയിലുള്ള കഷ്ടതകൾ ഉണ്ടാകും. വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യത്തെ 2-3 വർഷങ്ങളായിരിക്കും കഷ്ടതകൾ. അതിനുശേഷം വലിയ വിശാലതയും സമൃദ്ധിയും ഉണ്ടാകും എന്ന് പറയുന്നവരുണ്ട്. അത് ശരിയാണോ? അത് ശരിയല്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ കഷ്ടതകൾ ഉണ്ടാകും. അത് യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നമ്മെ അനുരൂപരാക്കുവാൻ വേണ്ടിയാണ് വിവിധ രീതിയിലുള്ള പരിശോധനകളും ട്രയൽസും ടെസ്റ്റുകളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. കർത്താവായ യേശുക്രിസ്തു പ്രകാരം പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യം, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ വെറുക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷപ്പെടും. അവസാനത്തോളം വരെ സഹിച്ചു നിൽക്കണം. അത് ക്രിസ്തു പറഞ്ഞ കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യത്തിൽ, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇനി എബ്രായ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം നമ്മോട് പറയുന്നത്, എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കലപ്പയിൽ കൈവച്ച് പിന്തിരിയുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. അതുകൊണ്ട് എബ്രായ ലേഖനം വീണ്ടും നമ്മോട് പറയുന്നത്, എബ്രായ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം, ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ്. ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം ഞാൻ നിനക്ക് തരും. ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ കഷ്ടത അനുഭവിക്കുവാൻ മനസ്സില്ലാത്തവർക്ക് മരണശേഷം കഷ്ടത ഉണ്ടാകുമോ? പലരും ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് യഥാർത്ഥ ക്രിസ്തു മാർഗത്തിലേക്ക് വരികയാണ് എങ്കിൽ പല കഷ്ടതകളും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടലും ഒക്കെ ഉണ്ടാകുമല്ലോ. ഒരുപക്ഷെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ പുറന്തള്ളപ്പെട്ടേക്കാം. ഇങ്ങനെയുള്ള ചിന്തകളാൽ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാതെ അവർ സുഖകരമായൊരു പാത തിരഞ്ഞെടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാതെ നാം നമ്മുടേതായ വഴിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഒരിക്കൽ നിത്യമായ ദണ്ഡന സ്ഥലത്ത് എന്നും കഷ്ടത അനുഭവിക്കേണ്ടി വരും. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ധാരാളം അത്ഭുതങ്ങൾ ചെയ്തു, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത്ഭുതങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച പലരും മാനസാന്തരപ്പെട്ട് ദൈവവചനപ്രകാരം ജീവിക്കുന്നില്ല. അത്ഭുതങ്ങൾ എനിക്ക് കിട്ടി, സാക്ഷ്യം പറയാൻ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അത്ഭുതങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുകയും മാനസാന്തരപ്പെടാതെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ സ്വന്തം വഴിക്ക് പോവുകയാണെങ്കിൽ
അവർക്കുണ്ടാകുന്ന വലിയ പ്രത്യാഘാതത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ. യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കൊറാസീൻ, നിനക്ക് ദുരിതം! ബെസൈദ, നിനക്ക് ദുരിതം! നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കെടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. വിധി ദിനത്തിൽ ടയറിനും സീദോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നോ? പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു. ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ സോദോമിൻ്റെ സ്ഥിതി നിൻ്റേതിനേക്കാൾ സഹനീയമായിരിക്കും. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റം വരാത്ത ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ് നാം കേട്ടത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാതെ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കുറുക്ക് വഴി ഞാൻ അന്വേഷിക്കുകയില്ല. അത് തന്നെയാണ് വേണ്ടത്. കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടാൻ കുറുക്ക് വഴി, വ്യാജപ്രവചനങ്ങൾ, അതിനെയല്ല നാം ആശ്രയിക്കേണ്ടത്. കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വ്യാജ വിടുതൽ ശുശ്രൂഷ, ഇതിലൊന്നുമല്ല നാം ആശ്രയം വെക്കേണ്ടത്. മറിച്ച് കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവാൻ കർത്താവിനോട് കൃപയ്ക്കായി യാചിക്കുകയാണ് നാം വേണ്ടത്. റോമാലേഖനം 12:12. റോമാലേഖനം 12:12. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ. കഷ്ടതയിൽ നിന്ന് ഒളിച്ചോടാനല്ല പറയുന്നത്, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുക്കുവാനില്ലാതെയും കുത്തുകൊണ്ടും പ്രഹരങ്ങളേറ്റും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഇങ്ങനെയാണ് കഷ്ടതയിൽ നാം സഹിഷ്ണുത കാണിക്കേണ്ടത്. വീണ്ടും തിരുവചനം നമ്മോട് പറയുന്നത് 2 തെസ്സലോനി 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിൻ്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. തെസ്സലോനിക്ക സഭയിലുള്ള വിശ്വാസികൾക്ക് സുവിശേഷ നിമിത്തം ധാരാളം കഷ്ടതകൾ, പീഡനങ്ങൾ വന്നു. വിശ്വാസം ത്യജിക്കാതെ വിശുദ്ധിയിൽ കർത്താവിൻ്റെ വിശ്വസ്ത സാക്ഷികളായി പീഡകളിൽ അവർ നിലനിന്നു. അപ്പോൾ പൗലോസ് തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികൾ പീഡനങ്ങളിൽ എങ്ങനെ ഉറച്ചു നിന്നു എന്നുള്ള കാര്യം മറ്റുള്ള സഭകളിൽ പറയുകയും അങ്ങനെ തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികൾ വളരെ മാതൃകയുള്ള വിശ്വാസികളായി മാറുകയും ചെയ്തു. ആ വേദഭാഗം വായിക്കുന്നു. 2 തെസ്സലോനി 1:4. അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയുന്നത് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളാണ്. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിൻ്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. ഇനി വീണ്ടും അപ്പസ്തോലനായ പൗലോസ് തൻ്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിനോട് ഇപ്രകാരമാണ് പ്രബോധിപ്പിക്കുന്നത്. 2 തിമോത്തി 1-ാം അധ്യായം 12-ാം വാക്യം. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, അതായത് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, അതു നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല.